ഹായ് ഹലോ എവറി വൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടവടയാണ്. അപ്പോൾ പപ്പടവട എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് പപ്പടം ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. ഒരുപാടൊന്നും ഉണങ്ങണ്ട, ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചുരുണ്ടുള്ളിലേക്ക് വരും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് ഉണങ്ങരുത്, ജസ്റ്റ് രണ്ട് ഭാഗവും ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. എള്ള് നല്ലപോലെ കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ള് ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ല ഒരു ബാറ്റർ റെഡിയാക്കണം. നമ്മുടെ ബാറ്റർ അധികം തിക്കും ആവരുത്, അധികം തിന്നും ആവരുത്. ഒരു മീഡിയം ലെവലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അധികം തിക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പപ്പടത്തിൻ്റെ മുകളിൽ ഒരുപാട് മാവ് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് അധികം തിക്കുമല്ല അധികം തിന്നും അല്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതേ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പപ്പടം ഓരോന്നായിട്ട് നമ്മുടെ മാവിൽ ഡിപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇടുന്നു. അപ്പം മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് നേരം ഒരു 2 സെക്കൻഡ് അതൊന്നിങ്ങനെ തൂക്കി പിടിച്ച് നിർത്തുന്നുണ്ട്. അതായത് എക്സസ് ആയിട്ടുള്ള മാവ് നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പപ്പടത്തിൻ്റെ മുകളിൽ ഒരുപാട് മാവാവും. അപ്പോൾ അത് മൂത്ത് കിട്ടാൻ എളുപ്പമാവില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് തണുത്ത് പോവുകയും ചെയ്യും. അപ്പോൾ മാവിൽ മുക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി പിടിക്കുക. അപ്പോൾ അതിൻ്റെ എക്സസ് ആയിട്ടുള്ള മാവ് നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ വീണോളും. ഓക്കെ. ഇനി 2 ഭാഗവും നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ എന്ത് ചെയ്യാം, നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ പപ്പടത്തിൻ്റെ മുകളിലൊക്കെ അതേ മാവൊക്കെ നല്ല പോലെ കോട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ കുമിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല പോലെ 2 ഭാഗവും ക്രിസ്പി ആയി വരണം. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ പപ്പടക്കോല് വെച്ചൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തട്ടി കൊടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ നല്ല ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയിൽ നിന്നത് വറുത്ത് കോരി എടുക്കാം. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ തീയെ ലോവിലിടരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ലോവിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും ഇത് മൂത്ത് വരാൻ. അപ്പോൾ നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു ബാറ്റർ കൊണ്ട് 12 പപ്പടവടയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു അളവിൽ നമുക്കൊരു 12 എണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടവടയുടെ റെസിപ്പി. വളരെ സിമ്പിളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടവട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്